ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. 10 ദിവസം നീണ്ടുനിന്ന നാസയുടെ ആർടെമിസ് 2 ചാന്ദ്രദൌത്യം പൂർത്തിയാക്കി സംഘാംഗങ്ങൾ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. പസഫിക് സമുദ്രത്തിൽ ഇന്ന് പുലർച്ചെയാണ് ഇവരെ വഹിച്ചുകൊണ്ടുള്ള പേടകം ഇറങ്ങിയത്. കടലിൽ നിന്നും ഹെലികോപ്റ്ററിൽ സാന്റിയാഗോ തീരത്തെ USS ജോൺ പി മുർത്ത കപ്പലിൽ എത്തിച്ച അംഗങ്ങളെ വൈദ്യപരിശോധന നടത്തി. ചന്ദ്രന്റെ ഇതുവരെയും മനുഷ്യർ കാണാത്ത ഭാഗം, ഒരു പൂർണ്ണ സൂര്യഗ്രഹണം എന്നിവയ്ക്ക് യാത്രികരായ കമാൻഡർ റീഡ് വെസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റിന കോ, കാനഡയുടെ ജെറമി ഹാൻസൺ എന്നിവർ സാക്ഷ്യം വഹിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അമേരിക്കയും ഇറാനും ഇന്ന് ഇസ്ലാമാബാദിൽ നേരിട്ട് ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായി മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ US വൈസ് പ്രസിഡന്റ് JT വാൻസും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാഖിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇസ്ലാമാബാദിൽ എത്തുന്നുണ്ട്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം എന്നിവ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചരക്കുനീക്കം, പാക്കിംഗ്, കപ്പൽ ഗതാഗതം എന്നിവയിലെ വെല്ലുവിളികൾ അവലോകനം ചെയ്യുന്നതിനായി വാണിജ്യ വകുപ്പ്, തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം എന്നിവയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വാണിജ്യ സെക്രട്ടറി നേതൃത്വം നൽകിയ യോഗം പാക്കിംഗ് സാമഗ്രികളുടെ ലഭ്യതക്കുറവ് അടക്കമുള്ള വെല്ലുവിളികൾ ചർച്ച ചെയ്തു. ആഗോളക്രമം വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും കലുഷിതമായ ഒരു കാലത്തിനായി ഇന്ത്യൻ മഹാസമുദ്ര രാഷ്ട്രങ്ങൾ തയ്യാറെടുക്കണമെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ മൌറീഷ്യസിൽ 9ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കപ്പൽ ഗതാഗതം സുരക്ഷിതമായി തുടരേണ്ടതുണ്ടെന്ന് പറഞ്ഞ ജയശങ്കർ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി. ഇന്ന് സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ ജ്യോതിബ ഫൂലെയുടെ ജന്മവാർഷിക ദിനം. 1827 ജനിച്ച അദ്ദേഹവും ഭാര്യ സാവിത്രി ഫൂലെയും ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പോരാടി. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടിയും ഇരുവരും നടത്തിയ പ്രവർത്തനങ്ങളും ഏറെ നിർണായകമായിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് പാർലമെന്റ് ഹൌസ് പരിസരത്തെ പ്രേരണാ സ്ഥലിൽ ജ്യോതിബ ഫൂലെയ്ക്ക് പുഷ്പാർച്ചന നടത്തി. രാജ്യത്താദ്യമായി തെരഞ്ഞെടുപ്പിൽ 100% വെബ്കാസ്റ്റിംഗ് വിജയകരമായി നടത്തി കണ്ണൂർ ജില്ല. സമാധാനപരവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിൽ ക്യാമറകൾ ഏറെ നിർണായകമായി. വാർ റൂം മാതൃകയിലായിരുന്നു വ്യാഴാഴ്ച ജില്ലാ കളക്ടറേറ്റിലെ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം സജ്ജമാക്കിയത്. ജില്ലയിലെ 2183 പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ച 4366 ക്യാമറ ദൃശ്യങ്ങളിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷിച്ചത്. കേരളത്തിൽ ഉയർന്ന അന്തരീക്ഷ താപനിലയെ തുടർന്ന് വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശനിയാഴ്ച പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി വരെയും പകൽ താപനില ഉയരും. അതേസമയം വേനൽ ചൂടിന് ആശ്വാസമായി ചിലയിടങ്ങളിൽ മഴയെത്തി. പാലക്കാട് ഡിവിഷനിലെ വാളയാർ റെയിൽവേ യാർഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ഇന്ന് 25 മിനിറ്റും ചൊവ്വാഴ്ച 40 മിനിറ്റും വൈകുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. പാലക്കാട് ടൌൺ തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് ഇന്നും ചൊവ്വാഴ്ചയും 19-ാം തീയതിയും 20 മിനിറ്റ് വൈകിയോടും. അറ്റകുറ്റപ്പണികളെ തുടർന്ന് കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചർ നാളെയും വെള്ളിയാഴ്ചയുമുള്ള സർവീസുകൾ റദ്ദാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ രാജസ്ഥാൻ റോയൽസ് 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ ഈസ്റ്റ് ബംഗാളിനെയും ബംഗളൂരു കേരള ബ്ലാസ്റ്റേഴ്സിനെയും നേരിടും. ഇന്നലത്തെ മത്സരങ്ങളിൽ സ്പോർട്ടിംഗ് ഡൽഹി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും ഗോവ ഒഡീഷയും തോൽപ്പിച്ചു. ദേശീയപാത 66ലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ തെക്കിൽ ബേവിഞ്ച ഭാഗങ്ങളിൽ ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. കണ്ണൂർ ഭാഗത്ത് നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാഞ്ഞങ്ങാട് സൌത്തിൽ നിന്നും KSTP റോഡ് വഴിയും പെരിയ പൊയ്നാച്ചി ഭാഗത്തു നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചട്ടഞ്ചാൽ പരവനടുക്കം ദേളി റോഡ് വഴി KSTP റോഡിൽ പ്രവേശിച്ചും യാത്ര തുടരേണ്ടതാണ്. കരസേനയിൽ വനിതാ മിലിറ്ററി പോലീസ് ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി ഏപ്രിൽ 27-ന് കർണാടകയിലെ മൈസൂരുവിൽ നടക്കും. കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വനിതാ ഉദ്യോഗാർത്ഥികൾക്കായാണ് റാലി സംഘടിപ്പിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.